നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും ദേഷ്യപ്പെടുന്നതും പെട്ടെന്ന് ഇറിറ്റബിൾ ആവുന്നതും അല്ലെങ്കിൽ പലതരത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ കാണിക്കാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പലപ്പോഴും അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും പലപ്പോഴും അവരെ പഠനത്തിലേക്ക് പിന്നാക്കം പോവാനൊക്കെയുള്ള പ്രധാനമായിട്ടുള്ള കാരണവും ഇത് തന്നെയാണ്. സോ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യദേവി. സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന്റെ ഇടയ്ക്ക് 10 സെക്കൻഡോളം അല്ലെങ്കിൽ ഇടവിട്ട് ശ്വാസം താൽക്കാലികമായിട്ടൊന്ന് നിലച്ചു പോകുന്ന അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആവുകയും നമ്മൾ വീണ്ടും ശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഉറക്കത്തിന്റെ പ്രശ്നം വരുമ്പോൾ മെമ്മറി പ്രോബ്ലംസും കോൺസെൻട്രേഷൻ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പകൽ സമയത്ത് ധാരാളമായിട്ട് ഉറക്കം വരിക, പിന്നെ ഇറിറ്റബിലിറ്റി, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാം. സ്ലീപ്പ് അപ്നിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ടാവാം. നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഉറങ്ങുമ്പോൾ അവര് വായിൽ കൂടെയാണോ ശ്വസിക്കുന്നതെന്ന് നോക്കുക. കൂർക്കം വലി ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവർ ഉറക്കത്തിൽ ഇറിറ്റബിൾ ആകുക, ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കുക. അതല്ലെങ്കിൽ അവർ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ടയേർഡ് ആയിട്ടിരിക്കുക, ഉറക്കം ക്ഷീണം അവർക്ക് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ കാണുക. ഇതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ലീപ്പ് അപ്നിയ പോലത്തെ പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് സ്ലീപ്പ് അപ്നിയ വരാനുള്ള കാരണം എന്താണെന്ന് തിരിച്ചറിയുക. അഡിനോയിഡ് ആണോ, തൈറോയിഡ് ആണോ, ഒബീസിറ്റി ആണോ, അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഇത് വന്നിരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.